ഭാഗ്യവചനധാരയുടെ എല്ലാ ശ്രോതാക്കൾക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ ദൈവമക്കളെ, യേശു ഇന്നും ജീവിച്ചിരിക്കുന്നു. വിട്ടുപിരിയാത്ത സ്നേഹം നൽകി അവൻ നമ്മെ തേടി വരികയാണ്. യേശുവിൻ്റെ ഇമ്പമാർന്ന സ്വരം കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവരോട് അവൻ ദൈവരാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ദൈവം രാജാവായ രാജ്യമാണ് ദൈവരാജ്യം. അത് ലൗകിക രാജ്യങ്ങളെപ്പോലെ നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമായതല്ല. ആത്മീയ തിരിച്ചറിവിലൂടെ മാത്രം കാണാവുന്നതാണ്. അത് കാണാനും തിരിച്ചറിയാനും അനുഭവിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. അത് കർത്താവ് സൗജന്യമായി നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി, കർത്താവായി, രാജാവായി അവനെ നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും വേണം. നമ്മെ പുലർത്തുന്നവനായി, നമ്മെ നടത്തുന്നവനായി, നമ്മെ പരിപാലിക്കുന്നവനായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സകലതും ദൈവമാകണം. ആശ്രയം ദൈവകൃപയിലാകണം. ദൈവകൃപയിൽ നടത്തപ്പെടുന്ന നാം ദൈവത്തെ എങ്ങനെ കാണുന്നു? ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് കരുതുന്നവരാണോ? തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുക. ദൈവത്തിൻ്റെ പേര് അന്വേഷിച്ചവർക്ക് ലഭിച്ച മറുപടി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ്. പുറപ്പാട് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. അങ്ങനെ അരുളി ചെയ്തവൻ മാത്രമാണ് ഞാൻ. പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു പഠിപ്പിച്ചത് ദൈവരാജ്യത്തെ പറ്റിയാണ്. അനേക ഉപമകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ദൈവരാജ്യം എന്തെന്നും എവിടെയെന്നും അവൻ പഠിപ്പിച്ചു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് എന്ന് യേശു അവരെ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ പ്രധാന ഭാഗം നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണ്. ദൈവത്തിൻ്റെ രാജ്യമാണ് ദൈവരാജ്യം. അത് വരേണ്ടത് എൻ്റെ ജീവിതത്തിലേക്കാണ്, എൻ്റെ മനസ്സിലേക്കാണ്, എൻ്റെ ചിന്തയിലേക്കാണ്, എൻ്റെ തീരുമാനങ്ങളിലേക്കാണ്. ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് എൻ്റെ രക്ഷകനും നാഥനുമായി എപ്പോഴും എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. നിർത്തട്ടെ. ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.